ഹലോ. ഞാൻ ഈ ഒരു വീഡിയോ കുറേ ആലോചിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ഈ നജിലേനെ കുറിച്ച് ആദ്യമായിട്ട് വിമർശനം രേഖപ്പെടുത്തുന്നത് തന്നെ അവരുടെ മകളെ കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ, മകളെ യത്തീംഖാനയിലാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയ്ക്കാണ്. അതിനുശേഷം ഇവരുടെ ചാരിറ്റികളെയാണ് ഞാൻ മെയിനായിട്ട് വിമർശിച്ചിരുന്നത്. അപ്പോൾ ഇതേ സമയം തന്നെ ചില ഉമ്മമാർ ഭയങ്കര ദീനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടൻറ്റും ഇല്ല, അവർക്ക് ഇടാനായിട്ട് യാതൊരു കണ്ടൻറ്റും ഇല്ല. അപ്പോൾ അന്ന് സമൂഹത്തിൽ നന്നായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ചില ദരിദ്രരായ സ്ത്രീകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ സ്വയം വളരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അങ്ങനെ ചില ഉമ്മമാരുണ്ട്. അതിലൊരു ഉമ്മ എൻ്റെ കൂടെ കൂടിയിട്ട് എനിക്ക് നല്ല ആപ്പ് വെച്ച് തന്നതും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ സുഹൃത്തിൻ്റെ ജീവിതം തകർക്കാനൊക്കെ വലിയ ശ്രമമൊക്കെ നടത്തി പരാജയപ്പെട്ടു പോയൊരു ദീനിയായ ഉമ്മയുണ്ട്, കുറേ ഉമ്രയൊക്കെ ചെയ്ത. അപ്പം അതുപോലെ തന്നെ ചാരിറ്റിയാണ് ഇവരെല്ലാവരും തന്നെ ലക്ഷ്യം വെച്ചിരുന്നത്, ഈ ഉമ്മമാരൊക്കെ. അതായത് ഞങ്ങൾ ഭയങ്കര ദീനിയാണ്. അപ്പോൾ ദീന് പറയുമ്പോഴത്തേക്കും ആളുകൾ സ്വാഭാവികമായിട്ട് അതിൽ വീഴും. അപ്പം അങ്ങനെ വന്നിട്ടുള്ള കുറേ ഉമ്മമാരിൽ ഒരാളാണ് മല്ലിയും മുളകും എന്ന ചാനൽ നടത്തിയിരുന്ന ഒരു സ്ത്രീ. ഈ സമയത്ത് ഞാൻ നജിലയെ വിമർശിക്കുന്ന സമയത്ത് എന്നെ വിമർശിച്ചു കൊണ്ടുവന്ന ഒരു ആൾ കൂടിയാണ്. അപ്പോൾ എന്നെ വിമർശിച്ചതിനൊന്നും എനിക്ക് യാതൊരു വിഷയവുമില്ല. സ്വാഭാവികമാണ്, നമ്മൾ പൊതുമീഡിയയിൽ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിമർശനം കിട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുറേ നാളുകൾ കഴിഞ്ഞ് ഇവർ എന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തെയും എൻ്റെ കുടുംബജീവിതത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും അതിൽ നിന്നൊന്നും ഞാൻ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ വാങ്ങിയതിന് ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ ഇവർക്ക് കിട്ടിയതിന് ശേഷം ഇവരും ഈ പറയുന്ന നജിലയും കൂടി ചേർന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു കോൾ ഞാൻ പബ്ലിക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെയധികം ബീനിനോട് മിണ്ടരുത്, ബീന് മോശമാണ്, അല്ലെങ്കിൽ ബീനിൻ്റെ സൗഹൃദത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കോൾ റെക്കോർഡ് ഞാൻ ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബസ്ഥന്മാരെ വെറുതെ വിടാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ സുഹൃത്തിനെ വിളിക്കുന്നത് നജിലയും ഇവരും ഒന്നിച്ചിട്ടാണ്. അതിനുശേഷം നിരന്തരം ഈ സ്ത്രീ എൻ്റെ സുഹൃത്തിനെ വിളിക്കാറുണ്ട്, നജില. ഇപ്പോൾ നജില പബ്ലിക്കാക്കിയിരിക്കുന്നത് തന്നെ നജിലയ്ക്ക് ഇപ്പോൾ അവൾ ഇറങ്ങിപ്പോയിരിക്കുന്ന ആ പുള്ളിക്കാരനുമായിട്ട് പണ്ടേ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വ്യക്തി ജീവിതത്തെ, കുടുംബജീവിതത്തെ പ്രശ്നത്തിലാഴ്ത്താൻ വേണ്ടി ഈ സ്ത്രീ നിരന്തരം വിളിക്കുന്നതും ഈ മല്ലിയും മുളകിനെ അറിയാമായിരുന്നു. അപ്പോൾ അവരിന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിളിച്ചത് കോൾ റെക്കോർഡ് എനിക്ക് പബ്ലിക്കാക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. വേണമെങ്കിൽ ഞാൻ പബ്ലിക്കാക്കാം. അത് മല്ലിയും മുളകും മുമ്പ് എൻ്റെ ഈ സ്നേഹതീരത്തിൻ്റെയും സൗഹൃദത്തിൽ പ്രശ്നമുണ്ടാക്കാൻ പറയുന്നത് പോലെയല്ല, ഇല്ലാത്ത കോൾ റെക്കോർഡ് ഞാൻ ബീനിന് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീൻ തനിക്കാക്കി ബടക്കാക്കി തനിക്കാക്കി എന്നൊരു വീഡിയോ മല്ലി മുളക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീനിനെ മനഃപൂർവ്വം കുറ്റക്കാരിയാക്കാൻ ശ്രമിച്ച മല്ലി മുളകിനോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോഴും നിങ്ങൾ ദീനിയാണ് എന്ന് നിങ്ങൾ പറയുന്നു. ദീനിൽപ്പെട്ട നിങ്ങൾ നജില ചെയ്യുന്ന വൃത്തികേടുകൾക്ക് കൊട പിടിച്ച ഒരു സ്ത്രീയാണ്. നിങ്ങൾ എങ്ങനെയാണ് ദീനിയായ ഒരു ഉമ്മയാവുന്നത്? ഇനി ഉമ്മമാരെന്ന് പറയുന്നത് മക്കളെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്തുന്നവരാണ് ഉമ്മമാരെന്ന് പറയുന്നത്. നിങ്ങൾ ശരിക്കും നജില എന്ന് പറയുന്ന സ്ത്രീക്ക് അവരുടെ തെറ്റുകളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്, അതിനെ മറച്ചു വെച്ച ഒരാളാണ്. നിങ്ങൾ പറയുന്നില്ലേ അത് അവരുടെ ശരികളാണ് എന്ന് പറയുമ്പോൾ അവരുടെ ശരികളിലൂടെ ഒരുപാട് കുടുംബസ്ഥന്മാരുടെ കുടുംബജീവിതങ്ങൾ പ്രശ്നത്തിലാഴ്ത്തുന്നത് നിങ്ങൾക്കറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇത് പോരാതെ കുടുംബമായി ജീവിക്കുന്ന എൻ്റെയും അയാളുടെയും കുടുംബജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇവളുടെ മാനസിക നില തകരാറിലായപ്പോഴും
നിങ്ങൾ പറഞ്ഞു വിലക്കിയില്ല എന്നുള്ളതല്ല, അത് ചിലപ്പോൾ കഴിയണമെന്നില്ല. പക്ഷേ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾക്കറിയാമായിരുന്നു നജില മനഃപൂർവ്വം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ബീൻ തനിക്കാക്കി ബടക്കാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈവും 2 ലൈവും ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ കാരണം സ്നേഹതീരത്തിൻ്റെ കുടുംബം തകർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബീൻ ഇതെല്ലാം മനസ്സിലാക്കി, ബീൻ ആഞ്ഞടിക്കും എന്ന് മനസ്സിലാക്കിയ നിമിഷം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും എസ്കേപ്പായി. അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം അറിയാമായിരുന്നിട്ട് നിങ്ങൾ നജിലയെക്കുറിച്ച് ഞാൻ വീഡിയോകൾ ചെയ്ത വീഡിയോകൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യണം, നജില ഡിലീറ്റ് ചെയ്തു, ബീനിനെ കുറിച്ച് ചെയ്ത വീഡിയോകൾ ഡിലീറ്റ് ചെയ്തിട്ടും ബീൻ നജിലയെക്കുറിച്ച് ചെയ്ത വീഡിയോകൾ ഡിലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പം ശരിക്കും ഈ സ്ത്രീയുടെ വൃത്തികേടുകൾക്ക് കുട പിടിച്ചവരാണ് നിങ്ങൾ എങ്ങനെയാണ് ദീനിനെ പ്രഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ദീനിനെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ സമൂഹത്തോട് സംസാരിക്കുന്നത്? അത് വേറൊരു വിഷയം. ഇതിൽ ഈ പറയുന്ന സ്നേഹതീരം എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണ്. അദ്ദേഹം ആകെ ചെയ്തിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെക്കുറിച്ച് 2-3 ട്രോളുകൾ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതും അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അയാൾ ആ ട്രോളുകളും മുക്കി, ആ ചാനലും മുക്കി അയാൾ പോയി. ഇന്ന് വരെയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോലും അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ല. അദ്ദേഹം ഇന്ന് വരെയും പബ്ലിക്കിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു പോലും രംഗത്ത് വരാത്ത ഒരു മനുഷ്യനെ പിന്തുടർന്നാക്രമിക്കുമ്പോഴും നിങ്ങളുടെ മൗനം എന്ന് പറയുന്നത്, ചില കാര്യങ്ങളിൽ നമ്മൾ തെറ്റ് ചെയ്യണമെന്നില്ല, തെറ്റിന് കൂട്ടു നിൽക്കുന്നതും നിങ്ങളുടെ മൗനവും ചില സമയത്ത് ശിക്ഷിക്കപ്പെടുന്നത് തന്നെയാണ്. കാരണം നിങ്ങൾ സ്നേഹതീരത്തിനെ ഇവളുടെ ഒപ്പം വിളിച്ച് സ്നേഹതീരത്തിൻ്റെ ജീവിതം സേഫാക്കാൻ എന്നുള്ള തരത്തിൽ നിങ്ങൾ എൻ്റെ സൗഹൃദത്തിൽ നിന്നും പിന്മാറണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ലൈവിൽ ഞാൻ പബ്ലിക്കാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങളുടെ സൗഹൃദം പവിത്രമായതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും നിങ്ങൾ അതിനെക്കുറിച്ചൊരു കാര്യവും സംസാരിക്കുന്നില്ല. ഈ സംസാരിക്കുന്നില്ലാത്ത നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് അന്ന് സംസാരിച്ചു ഞാനും സ്നേഹതീരവും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നും എൻ്റെ ഇടപെടൽ കൊണ്ട് സ്നേഹതീരത്തിൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും നിങ്ങൾ പബ്ലിക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിയായ അസൂറ സ്നേഹതീരത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ സ്നേഹതീരത്തിൻ്റെ ഭാര്യ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ സ്ത്രീയെ? ഞാൻ കാരണം സ്നേഹതീരത്തിൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, സ്നേഹതീരത്തിൻ്റെ വൈഫ് അവരുടെ വീട്ടിൽ പോയി എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ഇനി എൻ്റെ സൗഹൃദം അദ്ദേഹത്തിനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വൈഫും പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടില്ല. അല്ലാത്തിടത്തോളം കാലം ഇന്ന് വരെയും അവരെ കോണ്ടാക്ട് ചെയ്ത ആർക്കും ഞാനുമായി സൗഹൃദമില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോഴും നിങ്ങൾ മൗനമായി പിൻവാങ്ങിയിട്ട് ഈ പീലാത്തോസിന് പോലെ, അതായത് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്ന് അത് പറയാൻ പാടില്ലായിരുന്നു. പിന്നെ നമ്മളൊരു കാര്യം പബ്ലിക്കിൽ പറയുമ്പോൾ അത് പബ്ലിക്കിൻ്റെ മുന്നിലാണ് തിരുത്തേണ്ടത്. അല്ലാതെ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിന് എന്നെ പേഴ്സണലായിട്ട് വന്ന് എന്നോടല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾ പബ്ലിക്കിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് എനിക്ക് ഈ മല്ലിയും മുളകും എന്ന സ്ത്രീയെ ഇഷ്ടമില്ലാത്തതുപോലും ഇവരുടെ ഈ നിലപാടില്ലാത്ത അവസ്ഥയാണ്. അതായത് സാഹചര്യത്തിനൊത്ത് കളം മാറ്റി ചവിട്ടുന്ന സ്ത്രീ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ കുടുംബജീവിതമായിട്ട് ജീവിക്കുന്ന, മാന്യമായിട്ട് ജീവിക്കുന്ന എന്നെക്കുറിച്ച് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോഴേ നിങ്ങൾ മാറി നിൽക്കണമായിരുന്നു. അന്ന് നിങ്ങൾ ഈ പറയുന്ന നജിലയോടൊപ്പം നിന്നുകൊണ്ട് എൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ, എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ നിങ്ങൾ ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈവ് കണ്ട ആളുകളുണ്ട്. സ്നേഹതീരത്തിൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു,
ആ ഭാര്യ അവരുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ലൈവ് ഇപ്പോൾ മുക്കിയിരിക്കുന്നു. ഞാൻ ഇന്നലെ അത് നോക്കി, അതിൻ്റെ ശകലങ്ങളെടുത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോകൾ നോക്കിയപ്പോൾ ആ വീഡിയോകൾ ഇപ്പോൾ കാണാനില്ല. ശരിക്കും ഇതാണോ ദീൻ എന്ന് പറയുന്നത്? ഇതാണോ വിശ്വാസം എന്ന് പറയുന്നത്? അപ്പം നിങ്ങൾ ചാരിറ്റി ചെയ്യാൻ കണക്കിനാണ് നിങ്ങളെല്ലാം വന്നത്. പക്ഷെ അവിടെ ബീൻ വന്നു, ഈ കളവുകളെക്കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു, നിങ്ങൾ എസ്കേപ്പായി. ഈ പറയുന്ന അസൂറ വ്ലോഗ് എന്ന് പറയുന്ന സ്ത്രീയും നിങ്ങളും ബീനിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയവരാണ്. ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീകളെ? ചാരിറ്റി എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ആൾക്കാരില്ലാതെ, അല്ലെങ്കിൽ സഹായം, നമ്മുടെ സമൂഹത്തിൽ സഹായം ആവശ്യമുള്ളവർ, അവർക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ അവരുടെ മരുന്നിന് വേണ്ടിയിട്ടും അവരുടെ പാർപ്പിടത്തിന് വേണ്ടിയിട്ടും ഒരു ജനസമൂഹം സഹായിക്കുന്നതിനെയാണ് അല്ലേ ചാരിറ്റി എന്ന് പറയുന്നത്. ആ ചാരിറ്റിയിൽ പോലും കൈ കടത്തിക്കൊണ്ട് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങളെയൊക്കെ, നിങ്ങളീ പറയുന്ന ദീന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ അത്തരം ചാരിറ്റി തട്ടിപ്പുകൾ നടത്തി സുഖലോലുപിതരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ പടച്ച റബ്ബിൻ്റെ ശിക്ഷ ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട്. പടച്ച തമ്പുരാൻ്റെ ശിക്ഷ ഇറങ്ങുന്ന ഒരു ദിവസം. അപ്പോൾ ഇത് ശരിക്കും ഇതിനെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നത് വളരെ വലുതാണ്. ഇതിൽ ഇന്നും ഞാൻ നിശബ്ദത പാലിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ സുഖമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ ഭർത്താവ് എൻ്റെ മുന്നിൽ പല തവണ മാനസികമായ കഷ്ടപ്പാടുകൾ കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഇത് പകുതി വഴിയിൽ നിർത്തിയിട്ട് പോയാൽ പിന്നെ ഞാൻ ഈ പെട്ട കഷ്ടങ്ങളൊന്നും അല്ലാതായി തീരൂലേ? നിങ്ങളുടെ ചാരിറ്റി തട്ടിപ്പ്, മല്ലിമുളവിൻ്റെ അല്ല, അവർക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അതുപോലെ അസൂറയ്ക്കും ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അതിനു മുമ്പ് ബീൻ അവരെയൊക്കെയും പിടിക്കുമെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം. എന്തായാലും ഇത്തരം ആളുകൾ വരുന്നത് ചാരിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ മക്കളെ കാണിച്ച് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് വരുന്ന സ്ത്രീകളെയും ഒരു ചാരിറ്റി മാഫിയ തന്നെ ഇവരെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം അവരുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവരുടെ കഷ്ടപ്പാട് തന്നെ തീർന്നിട്ടില്ല, അവരുടെ ആവശ്യങ്ങൾ തന്നെ തീർന്നിട്ടില്ല. അതിനിടയിൽ വെച്ച് ദരിദ്രരായവരെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മരുന്നിനാവശ്യമുള്ളവരെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചാരിറ്റി നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മാഫിയ ഉണ്ട്. മക്കളെ കാണിച്ചുകൊണ്ട് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരു അറ്റൻഷൻ നേടിയെടുത്തതിന് ശേഷം പേഴ്സണലായിട്ട് ചാരിറ്റി നടത്തുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. എന്തായാലും എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും കുടുംബജീവിതത്തിലൊന്നും കയറി നിങ്ങൾക്ക് കളിക്കാനൊന്നും പറ്റിയിട്ടില്ല, അത് വേറെ വിഷയം. നിങ്ങൾ എന്തൊക്കെ ഇനി കാണിച്ചു കൂട്ടിയാലും എടാ, വിശ്വാസമുള്ള ദമ്പതികളാണ് ഒന്നിച്ച് ജീവിക്കുന്നത് എങ്കിൽ നിങ്ങളല്ല, നിങ്ങളുടെ അപ്പുറത്തെ കൊടി കുത്തിയ ആളുകൾ വന്നാലും എൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒന്നും കുടുംബജീവിതത്തിൻ്റെ 7 അയലത്ത് നിൽക്കാൻ പോലും പറ്റില്ല. എന്തായാലും നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ഒരു ഒത്തുതീർപ്പ്, അല്ലെങ്കിൽ ഒരു രമ്യത, അല്ലെങ്കിൽ ഒരു പൊരുത്തം ചോദിക്കലൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല. ബീൻ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുമല്ല. നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ നിങ്ങൾ പൊതുജനങ്ങളെയാണ് അറിയിച്ചിരുന്നത്. അത് നിങ്ങൾ തിരുത്താൻ ബാധ്യസ്ഥയുമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ എന്ത് ദീനാണ്, എന്ത് പൊരുത്തമാണ്? ബീനിൻ്റെ പൊരുത്തമൊന്നും നിങ്ങൾക്കൊന്നും ഒരിക്കലും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കാരണം നിങ്ങൾ തൊട്ടത് എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ അഭിമാനത്തിലുമാണ് എങ്കിൽ ബീനിൽ നിന്നും ഒരു പൊരുത്തം നിങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട.